guys, welcome back to another vlog. Nice. Time we go take the car for Suhail. Hello. അങ്ങനെ നമ്മുടെ സുഹൈലിന്റെ 26 വർഷത്തെ സ്വപ്നം ടിയാഗോ അല്ലേ, ഒരു EV കാർ. അപ്പോ സ്റ്റാർട്ടിങ് തന്നെ ചെറിയ പണി വണ്ടി എവിടെയാണുള്ളത്? യാർഡിലാണുള്ളത്. ആ സാറല്ല സുഹൈല, ടെൻഷൻ അടിക്കണം, നീ ടെൻഷൻ അടിക്കണം. അപ്പൊ യാർഡിലേക്ക് പോവാം. ട്രാഫിക്. സുഹൈലിന് ടെൻഷനായി, എന്താ പറയാ, എക്സൈറ്റ്മെന്റ് ആയിട്ട് ചെക്ക ഇതായിട്ടുള്ളത്. നമുക്ക് യാർഡ് പോയിട്ട് കാണാം ഗൈസ്. എന്താണ് പറഞ്ഞത്? എന്താ പറയണ്ടേ? കാർ എടുക്കുന്നതിനെ കുറിച്ച്. യെസ്, അതെ. എന്താണ് ഇതിന് നല്ലൊരു ഇതാണ് ഇത് നല്ലൊരു നമ്മളെ സുഹൈലിന്റെ എത്രയോ വർഷത്തെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മള് സബ്സ്ക്രൈബേഴ്സ് പ്രത്യേക ശ്രദ്ധയ്ക്ക്, സുഹൈൽ കാണിക്കുന്ന കളി നിങ്ങൾ കളിക്കാൻ പാടില്ല. വണ്ടിയുടെ നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ബ്ലൂ പഠിക്കുമ്പോ നമ്പറും ഉണ്ട്. എല്ലാം കിട്ടും. അപ്പൊ ഇനി യാർഡിലേക്കുള്ള യാത്രയാണ് ഗൈസ്. എനിക്കറിയില്ല എവിടെയാ യാടെങ്ങോട്ടാ, തിരിച്ചു വീട് അങ്ങോട്ടേക്കാ. ആ ബാക്കിൽ പോകുന്ന ഒരു ഫ്രണ്ട് വീട്. അതാ വയ്യാറില്ലെങ്കിൽ ബാക്കിൽ നമ്മളെ ഷോറൂമിന്ന് നമ്മളെ സ്വന്തം ആള് വരുന്നുണ്ട്. നമുക്ക് ഗ്രാൻഡിയോസ് ബിരിയാണി ആയിക്കോട്ടെ. അപ്പൊ യാർഡിലേക്ക് പോവാണ് ഗൈസ്. എത്തിയാ എവിടെയാണ്? ഇവിടെ സുഹൈലിന്റെ മഞ്ഞ കാണാം. അവിടെ ഏതാ കാറ്? കളർ ഏതാ? പിങ്കാ, ബ്ലൂവാ? റിക്വസ്റ്റ് ചെയ്തോണ്ട് അതല്ല, അതാ ആ നീലയാ. ഇതല്ലടാ. Come on guys. സുഹൈല് എക്സൈറ്റ്മെന്റ്, ഓവർ എക്സൈറ്റ്മെന്റ് ആയിട്ട് അല്ലേ സുഹൈല്? അവിടെ എക്സൈറ്റ്മെന്റ് മൂത്ത കിട്ടി, സാധനം കിട്ടി. അവിടെ നിന്ന് കാണാം, കണ്ടു ഗായ്സ്. അങ്ങനെ സുഹൈലും അവന്റെ വണ്ടിയും ആദ്യമായി കണ്ടുമുട്ടുന്ന കോമള ചുഞ്ചില. ആ അത് തന്നെ. മാഷാ അല്ലാ. ഇതല്ലേ അതന്നെ. ആദ്യം ഫസ്റ്റ് ഓണർ ആഗ്രഹമല്ലോ ആദ്യം ടയറാകുന്നു. അടിപൊളി. മാസ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. എന്താണ്? ഗുഡ് റൈറ്റ്. നീ ഈ ബ്ലൂ ഉദ്ദേശിച്ചേ? ഞാൻ ഇത് എന്റെ മനസ്സിലുണ്ട്, പക്ഷെ ഇവൻ സെലക്ട് ചെയ്ത ബ്ലൂ ഇതാണ്, ഡാർക്ക് ബ്ലൂ. അതെ അതെ, നൈസാടാ. എന്താണെങ്കിൽ സെലേറിയ പോലെ ഉണ്ടല്ലേ? ഓക്കേടാ, അടിപൊളി. നന്നായിട്ടുണ്ട്. ഇല്ല ഒന്നും വരില്ല. അടിപൊളി. കാർ ചെക്ക് ചെയ്യുന്ന സുഹൈൽ. എന്താണ് ഒപ്പീനിയൻ? അങ്ങനെ എല്ലാം തപ്പട്ടെ. ജസ്റ്റ് ചെക്കിംഗ് അപ്പ്. എല്ലാം ചെക്ക് ചെയ്യുന്നു.
മോട്ടർ സുഹേല് മോട്ടറിൽ ചെക്ക് ഫ്രണ്ട് മോട്ടർ മാത്രമല്ല അല്ലേ ഫ്രണ്ട് മോട്ടർ അല്ല ബാറ്ററിക്കല്ല സുഹേലിന് മോട്ടറിൽ നോക്കിയാൽ കണ്ട ചെക്ക് അറിയില്ല. അവിടെ ബേസിക് ആയിട്ടുള്ള സംഭവം നോക്കിയാ സ്ക്രാച്ച് കാര്യങ്ങൾ അതല്ലേ വണ്ടി തന്നെ അല്ലേ ലാസ്റ്റ്? ആ വണ്ടി തന്നെ. പിന്നെന്താ എടാ അത് സ്ക്രാച്ച് അല്ലല്ലോ, ആ സ്റ്റിക്കർ. അത് അപ്പുറത്തെ സൈഡിലുള്ള ഡോറിൻ്റെ അവിടെ എനിക്ക് കഴിയിട്ട് സ്റ്റിക്കർ അല്ലേ? എനിക്ക് കഴിയിട്ട് ഇനി ഇതാക്കുമല്ലോ. വാഷിൽ എങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത്? ഇത് സ്റ്റിക്കറാ? ഇത് സ്റ്റിക്കർ അല്ലേ? മറ്റേ ഒട്ടിച്ച സ്റ്റിക്കർ ആ പറിച്ചതിൻ്റെതാ. അവിടെ വാഷിലും കഴിഞ്ഞ് മറ്റേ ഇത് എന്താ സെറാമിക് എന്താ ചെയ്യൂലേ വണ്ടിന്റെ PPF ആ? മറ്റേ അതെല്ലാം ചെയ്യൂലേ നമ്മൾ പുതിയ വണ്ടി എടുത്താലല്ലേ? അങ്ങനത്തെ എല്ലാം സെറ്റപ്പ് ഒക്കെ അടിപൊളിയായിരിക്കും. അവർക്ക് മറ്റേത് കണ്ടിട്ടുണ്ടോ? പുറത്തോട്ട് വലിച്ചിട്ട് അടയ്ക്കുമ്പോൾ അകത്തോട്ട് വരും. അറിയുന്ന ആൾക്കാർ പറഞ്ഞു തരുമ്പോ നമ്മളത് ഗ്രാബ് ചെയ്യണ്ടേ? ഞാൻ വല്ല പൊട്ടത്തിനെ വിളിച്ചു പറഞ്ഞത് ഇല്ലടാ. പറഞ്ഞു കൊടുക്കും. ഇത് വലിയ ബ്രാൻഡ് ഇത് നമ്മുടെ സൗരവില്ലേ ഇതിന്റെ കുറച്ച് വാല്യൂ പിള്ളേരെല്ലാം പിന്നെ പറഞ്ഞു നമ്മളിങ്ങനെ പോവാ അപ്പൊ ബസ്സിലാ? എടുക്കല്ലേ? ഓക്കെ ഗൈസ് നിങ്ങളാ ഓക്കെ സ്പെയർ ടയർ നോക്കുന്നു. ബാറ്ററി സ്പേസ് ഉണ്ടല്ലേ താഴെ വരുമ്പോ അടിയിലുണ്ടാവുക? അടിയിലായിരിക്കും. ടയർ ഇല്ല അല്ലാതെ ആ ഇതില് പാർസൽ ഡ്രൈവർ എത്തില്ല മറ്റേ ബാഗ് നമുക്ക് എക്സ്ട്രാ ആണ് ചെയ്യാലോ. ആഡ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. അത് ചെയ്യുന്നതാണ് നല്ലതാണ്. അപ്പൊ ഇതിന് ഇതില്ല സ്പെയർ ഇതില്ല വീലില്ല. ഇല്ലല്ലോ പകരം മൊബൈൽ പഞ്ചർ കിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനായിരുന്നു. മൊബൈൽ പഞ്ചർ കിട്ടും. ഞാൻ അത് ഇട്ടാൽ പിന്നെ വെയിറ്റും കൂടുതലല്ലോ. 2000 അറേഞ്ച് അല്ലേ? പാർസലും പോകും ആ അത് രണ്ടും സെറ്റ് ആയിരിക്കും. പോകും വെളിയില്ല അല്ലല്ല അതിനകത്ത് ഇപ്പൊ എക്സിറ്റ് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ സുഹേൽ ഫൈനൽ സെറ്റിൽമെൻറ്റിലേക്കുള്ള കടക്കുകയാണ്. ലെറ്റ്സ് ഗോ. മനസ്സിലെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു വണ്ടി നോക്കാമല്ലേ? അങ്ങനെ നമ്മൾ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് ഷോറൂമിലെത്തി ടാറ്റൻ്റെ. അപ്പോൾ അവിടെ സുഹേൽ അവിടെ ബാക്കി ഫൈനൽ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് കാർ ഡെലിവറി വന്നിട്ട് നാളെ. മസറ സഫാരി ഓർ ഇന്നോവ ക്രിസ്റ്റ? Innova Krista for sure. Yes. Because of the reliability. Why not? പക്ഷേ സഫാരിക്ക് ഫാൻസ് ഉണ്ട്. നല്ല ആ അതേ ചെയ്തിട്ടില്ല. എടാ ഇത് പഴയ മോഡലാണ് കുറച്ചുകൂടി ലുക്ക്. ഇത് ഭയങ്കര ഇതല്ലേ? ആരുടെ പിന്നെ കുഴപ്പമില്ല. ചോദിച്ചോണ്ടേ എനിക്കൊരു ഐഡിയ കൂടാ. അത്രയൊന്നുമില്ല. ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷനല്ലേ? ചോദിച്ചോക്കാലോ. എനിക്ക് നിനക്ക് റേറ്റ് അറിയണേ നമ്മൾ ചോദിച്ചു നോക്കും. ഓക്കെ ഓക്കെ അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇനി നമുക്ക് ബാക്കി നാളെ വന്നിട്ട് ഡെലിവറി ടൈമിൽ പരിപാടികൾ നോക്കാം. ഓക്കെ അതർ ഇസ് ടയേർഡ്. ഓക്കെ ഗൈസ് ബൈ.